മഹാബലിപുരത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം അടുത്ത എൻ്റെ ലക്ഷ്യം ചെന്നൈയിലേക്കാണ്. 2 ദിവസം തുടർച്ചയായിട്ടുള്ള ബൈക്ക് ഓടിച്ചതിൻ്റെ ക്ഷീണം ശരിക്കും ഉണ്ടായിരുന്നു. ചെന്നൈ എത്തിയപ്പോൾ ഏകദേശം 800 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞിരുന്നു. ചെന്നൈയിൽ ഞങ്ങൾ വീട് റെൻറ്റിനെടുത്തിരിക്കുന്നത് ടി നഗർ എന്ന സ്ഥലത്താണ്. ഈ വീടിൻ്റെ പിൻവശത്താണ് റെൻറ്റിനെടുത്തിരിക്കുന്ന വീട്. ഇത് ഈ ഹൗസ് ഓണറിൻ്റെ വീടാണ്. ചെന്നൈയിൽ എത്തിച്ചേർന്നതിൻ്റെ പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു. അതിനടുത്തുള്ള പള്ളിയിൽ തന്നെ ഞായറാഴ്ച കുർബാനയ്ക്ക് പങ്കെടുത്തു. ചെന്നൈയിൽ നല്ല ഇഡലി ലഭിക്കുന്നത് മുരുകൻ ഇഡലി എന്ന ഹോട്ടലിലാണ്. അതുപോലെ തന്നെ സ്വീറ്റ്സ് ധാരാളം കിട്ടുന്ന ഷോപ്പുകളും ഇവിടെയുണ്ട്. പലതരം സ്വീറ്റ്സ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇത് ചെന്നൈയിലെ മൈലാപ്പൂർ സ്ഥിതി ചെയ്യുന്ന കപിലീശ്വര ടെമ്പിളാണ്. 350 വർഷത്തെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ പാർവതി ദേവി മയിലായി ശിവനെ ആരാധിച്ചിരുന്നതായി കരുതപ്പെടുന്നു. സംസ്കൃതത്തിൽ തല എന്നർത്ഥം വരുന്ന കപാലം എന്ന വാക്കിൽ നിന്നും ശിവൻ എന്ന അർത്ഥം വരുന്ന ഈശ്വർ എന്ന വാക്കിൽ നിന്നുമാണ് കപാലീശ്വർ എന്ന പേരുണ്ടായത്. കൈലാസത്തിൽ വെച്ച് നമശിവായ എന്നതിൻ്റെ അർത്ഥം പാർവതി ദേവിക്ക് വിശദമാക്കി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അതുവഴി വന്ന ഒരു മയിലിനെ കണ്ട് പാർവതി ദേവിയുടെ ശ്രദ്ധ മാറുകയും ഇതിൽ കോപിഷ്ഠനായ ശിവൻ ദേവിയെ ഒരു മയിലായി ജനിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. പിന്നീട് മനസ്സലിഞ്ഞ ശിവൻ ദേവിയെ ഭൂമിയിൽ പോയി മയിലായി ശിവനെ ആരാധിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഭൂമിയിൽ മയിലായി പാർവതി ദേവി ഈ പ്രദേശത്ത് എത്തുകയും ഒരു പുന്നമരത്തിൻ്റെ ചുവട്ടിൽ ശിവലിംഗം സ്ഥാപിച്ച് ശിവനെ ആരാധിച്ച് പ്രീതിപ്പെടുത്തുകയും ചെയ്തതിനാലാണ് ഈ സ്ഥലത്തിന് മൈലാപ്പൂർ എന്ന പേര് വന്നത്. ഇത് 81 പോയസ് ഗാർഡനിലെ മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ വീടാണ്, അല്ലെങ്കിൽ ബംഗ്ലാവാണ്. 24,000 സ്ക്വയർ ഫീറ്റുള്ള ഈ കൂറ്റൻ ബംഗ്ലാവ് പുറമേ നിന്ന് മാത്രമേ നമുക്കിപ്പോൾ ദർശിക്കാൻ കഴിയുള്ളൂ. 2021 ഇത് ജയലളിതയുടെ പേരുള്ള ഒരു മ്യൂസിയമാക്കി മാറ്റുവാനുള്ള ശ്രമം തമിഴ്നാട് സർക്കാർ സ്വീകരിച്ചെങ്കിലും ജയലളിതയുടെ സ്വത്തുക്കളുടെ അനന്തരാവകാശികളായ ദീപയും ദീപക്കും ഇതിനെതിരെ കേസ് നൽകുകയാണുണ്ടായത്. അതേ തുടർന്ന് ഈ ബംഗ്ലാവിനുള്ളിലേക്ക് കയറുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ചെന്നൈയിൽ താമസം തുടങ്ങി 2 വർഷമായെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങൾ ദർശിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ബൈക്കിൽ വന്നതിനാൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ വളരെ ഈസിയായി ചെന്നെത്തുന്നതിന് കഴിഞ്ഞു. ഞങ്ങളവിടെ എത്തിയപ്പോൾ കേരളത്തിൽ നിന്ന് 2 പേർ മദ്രാസ് ചുറ്റിക്കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ മലപ്പുറത്ത് നിന്ന് വന്നവരായിരുന്നു. ബൈക്കിൽ ഞാൻ എത്തിയതിൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും ഒരു ഫോട്ടോ എടുക്കാൻ കൂടെ കൂടി. ഇത് ജയലളിതയുടെ തോഴി എന്നറിയപ്പെടുന്ന ശശികലയുടെ ബംഗ്ലാവാണ്. 22,000 സ്ക്വയർ ഫീറ്റിൽ 300 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ഈ ബംഗ്ലാവ്. ഈ ബംഗ്ലാവിനും പേര് നൽകിയിരിക്കുന്നത് ജയലളിത ഇല്ലം എന്നാണ്. ജയലളിതയുടെ ബംഗ്ലാവായ വേദനിലയത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് ഈ ബംഗ്ലാവും പണിതിരിക്കുന്നത്. ഇതാണ് തമിഴ് സിനിമയുടെ തലൈവറായ രജനീകാന്തിൻ്റെ വീട്. പോയസ് ഗാർഡനിലുള്ള രജനീകാന്തിൻ്റെ ഈ ഭവനത്തിൻ്റെ മുൻപിൽ നമുക്ക് ബൈക്ക് കൊണ്ടുപോകാനോ അവിടെ നിന്ന് ഉറക്കെ സംസാരിക്കാനോ ഒന്നും തന്നെ അവിടുത്തെ സെക്യൂരിറ്റി സമ്മതിക്കത്തില്ല. ഇത് തമിഴ് മക്കളുടെ മക്കൾ തിലകം അല്ലെങ്കിൽ പുരട്சி തലവർ എന്നറിയുന്ന MGRൻ്റെ ഭവനം. ഇപ്പോൾ ഇത് MGR മ്യൂസിയം ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതിനുള്ളിൽ MGR ഉപയോഗിച്ചിരുന്ന കാറും അതുപോലെ തന്നെ മറ്റ് വസ്തുക്കളും എല്ലാം സൂക്ഷിച്ചിരിക്കുന്നു. ഇത് തമിഴ് സിനിമയിലെ സൂര്യയുടെയും കാർത്തിയുടെയും വീടാണ്. ഇത്രയും സിനിമ ആക്ടേഴ്സിൻ്റെ വീടുകളുടെ പരിസരത്ത് പോയെങ്കിലും അവരിൽ ആരെയും തന്നെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല.
ഇത് ചെന്നൈ ട്രിപ്ലിക്കേനിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രം. 108 വൈഷ്ണവ ദിവ്യക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം പണ്ടറിയപ്പെട്ടിരുന്നത് തിരുവള്ളിക്കേനി എന്നായിരുന്നു. താമരക്കുളം എന്നർത്ഥം വരുന്ന അളിക്കേനി എന്ന തമിഴ് പദത്തിൽ നിന്നുമാണ് തിരുവള്ളിക്കേനി എന്ന പേരുണ്ടായത്. ഇവിടെ ധാരാളം താമരക്കുളം ഉണ്ടായിരുന്നുവെന്നും ഒരു തുളസീവനം ആയിരുന്നു ഈ പ്രദേശമെന്നും വിശ്വസിക്കപ്പെടുന്നു. പല്ലവ രാജവംശകാലത്ത് 8-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. അർജുനൻ്റെ രഥം തെളിയിക്കുന്ന ശ്രീകൃഷ്ണനാണ് പാർത്ഥസാരഥി എന്ന പേരിൽ ഇവിടെ ആരാധിക്കുന്നത്. ശ്രീകൃഷ്ണനെ കുടുംബസമേതം ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിൽ രുക്മിണി, ബലരാമൻ, പ്രദ്യുപ്നൻ, അനിരുദ്ധൻ എന്നിവരുടെ എല്ലാം പ്രതിഷ്ഠകളുണ്ട്. 36 തൂണുകളുള്ള ഒരു മണ്ഡപമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒരു കൈയിൽ ശംഖേന്തിയ ഇവിടത്തെ ശ്രീകൃഷ്ണന് മീശയുള്ള രൂപമാണ്. അഞ്ച് വിശുദ്ധ കിണറുകളുള്ള ഒരു കുളവും ഈ ക്ഷേത്രത്തിന് സമീപത്ത് കാണാൻ കഴിയും. ഇത് ചെന്നൈ എഗ്മോറിലുള്ള ഗവൺമെൻറ് മ്യൂസിയം. 1851 ആരംഭിച്ച ഈ മ്യൂസിയമാണ് ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും പഴക്കമേറിയ മ്യൂസിയം. ആദ്യ സ്ഥാനം കൊൽക്കട്ടയിലെ ഇന്ത്യൻ മ്യൂസിയത്തിനാണ്. ഈ മ്യൂസിയത്തിൽ പ്രവേശിക്കുന്നതിന് ഒരാൾക്ക് 50 രൂപ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങൾ മുഴുവനും പറയണമെങ്കിൽ ഒരു വീഡിയോ അതിനു വേണ്ടി തന്നെ ചെയ്യേണ്ടി വരും. അതിനാൽ വളരെ ചുരുക്കിയാണ് ഞാൻ ഈ മ്യൂസിയത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളത്. ബ്രോൺസിലുണ്ടാക്കിയ ശില്പങ്ങൾ കൂടാതെ കല്ലിൽ കൊത്തിയുണ്ടാക്കിയ ശില്പങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഈ മ്യൂസിയത്തിലുണ്ട്. ജീവശാസ്ത്ര സംബന്ധമായ ശേഷിപ്പുകളും ഈ മ്യൂസിയത്തിൽ കാണാൻ കഴിയും. പുരാതന രാജവംശങ്ങളുടെ പ്രതിമകളുടെ വിപുലമായ ഒരു ശേഖരം ഇവിടുത്തെ പ്രധാന ഗാലറിയിൽ കാണാൻ കഴിയും. ഈ മ്യൂസിയം വിശദമായി ഒന്ന് ചുറ്റിക്കാണണമെങ്കിൽ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും വേണം. രാവിലെ മ്യൂസിയത്തിലെത്തിയ ഞാൻ ഉച്ചയൂണിന് സമയമായപ്പോൾ ഇവിടുത്തെ ക്യാൻറ്റീനിൽ തന്നെ കയറി ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കഴിച്ചു. റോമൻ കറൻസികളുടെ ഏറ്റവും അധികം ശേഖരമുള്ള യൂറോപ്പിന് പുറത്തുള്ള ഒരു മ്യൂസിയമാണ് മദ്രാസ് മ്യൂസിയം. വൈകുന്നേരമായപ്പോൾ ചെന്നൈയിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ബിസിനസ് ഹബ്ബ് എന്നറിയപ്പെടുന്ന ടി നഗറിലുള്ള പോണ്ടി ബസാറിലേക്ക് ഇറങ്ങി. മിക്കവാറും എല്ലാ കമ്പനികളുടെയും എക്സ്ക്ലൂസീവ് ഷോറൂമുള്ള ഒരു സ്ഥലമാണ് ഈ പോണ്ടി ബസാർ. ഫെസ്റ്റിവൽ സീസൺ ആയതിനാൽ ഞങ്ങളിവിടെ വന്ന സമയത്ത് പോണ്ടി ബസാർ ദീപാലങ്കൃതമായിരുന്നു. ഇത് ചെന്നൈ വടപളനിയിലുള്ള AVM സ്റ്റുഡിയോ ആണ്. യഥാർത്ഥത്തിൽ ഈ സ്റ്റുഡിയോ കാണാൻ ഞാൻ വന്നത് ഇവിടെ ഒരു വെഹിക്കിൾ മ്യൂസിയമുണ്ട്, അത് കാണാനായിരുന്നു. വെഹിക്കിൾ മ്യൂസിയം എന്ന് കേട്ടപ്പോൾ തന്നെ ജയ പിന്മാറി. പെണ്ണുങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നത് പോലെ അവിടെ പോയാൽ പിന്നെ ഇന്നും നാളെയും തിരിച്ചു വരാനുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇതാണ് AVM ഹെറിറ്റേജ് മ്യൂസിയം. AVM സ്റ്റുഡിയോയിലുള്ള ഈ വെഹിക്കിൾ മ്യൂസിയത്തിൽ ഒരുപാട് വിൻറ്റേജ് കാറുകളും ബൈക്കുകളുമുണ്ട്. പക്ഷേ ഈ ബൈക്കുകളുടെയും കാറുകളുടെയും പ്രത്യേകത ഇതെല്ലാം ഓരോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മഞ്ഞ സുസുക്കി ബൈക്ക് രജനീകാന്ത് ഒരു സിനിമയിൽ ഉപയോഗിച്ചതാണ്. ഈ യെല്ലോ കളർ ബുള്ളറ്റ് കമലഹാസൻ സകലകലാവല്ലഭൻ എന്ന സിനിമയിൽ പാടി അഭിനയിക്കുന്ന ഒരു സീനിൽ ഉപയോഗിച്ചിട്ടുള്ള ബുള്ളറ്റാണ്. ഇവിടെയുള്ള മിക്കവാറും വാഹനങ്ങൾ ഏതെങ്കിലും ഫിലിം ആക്ടറിൻ്റെ ഉടമസ്ഥതയിൽ ഒരിക്കൽ ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ സിനിമയുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടതോ ആണ്. ഇവിടെ ഉണ്ടായിരുന്ന വിൻറ്റേജ് ബൈക്കുകളിൽ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് ഈ ബൈക്കാണ്, ഹോണ്ടയുടെ CB 350 4 സിലിണ്ടർ. വാഹനങ്ങൾ കൂടാതെ ഈ മ്യൂസിയത്തിൽ പഴയകാല പ്രൊജക്ടറുകൾ, റാക്ക്
ഓഡിയോ സിസ്റ്റംസ് എന്നിവയും ഉണ്ട്. ഇത് ബസന്ത് നഗറിലുള്ള എലിയോട്ട് ബീച്ച്. ഇവിടെയാണ് മോഹൻലാലും ശ്രീനിവാസനും ഒരുമിച്ച് അഭിനയിച്ച നാടോടിക്കാറ്റ് സിനിമയിൽ സൂട്ട് കേസ് കൈമാറുന്ന രംഗം ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതാണ് ചെന്നൈ മൈലാപ്പൂരിലുള്ള സാന്തോം ചർച്ച്. ഈ ചർച്ചിനുള്ളിലാണ് ഇന്ത്യയിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ച വിശുദ്ധ തോമസ് ലീഹ അല്ലെങ്കിൽ സെയിൻറ്റ് തോമസിൻ്റെ ഭൗതിക ശരീരം മറവ് ചെയ്തിരിക്കുന്നത്. 1986 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ദേവാലയം സന്ദർശിക്കുകയും 2004 ഈ ദേവാലയത്തെ ബസലിക്ക പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഇതാണ് ചെന്നൈ ഗുണ്ടി എന്ന സ്ഥലത്തിനടുത്തുള്ള സെൻറ്റ് തോമസ് മൗണ്ട്. യേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായ സെൻറ്റ് തോമസ് അല്ലെങ്കിൽ തോമസ് ലീഹ AD 72 300 അടി ഉയരത്തിലുള്ള ഈ മലയിൽ വെച്ചാണ് കുത്തേറ്റ് കൊല ചെയ്യപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കുന്നിന് മുകളിൽ എത്തണമെങ്കിൽ 134 പടവുകൾ നമ്മൾ കയറണം. 1523 പോർട്ടുഗീസുകാർ ഇവിടെ പള്ളി പണിയുന്നതിനായി എക്സ്കവേഷൻ നടത്തിയപ്പോൾ കണ്ടെടുത്താണ് ഈ കുരിശുരൂപം. പള്ളി പണിയെഴുപ്പിക്കുകയും ആ പള്ളിയിൽ ഈ കുരിശുരൂപം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പൊട്ടിച്ച കുരിശിൽ നിന്നും ചോര വാർന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിനാൽ ഇതിനെ ബ്ലീഡിംഗ് ക്രോസ് എന്ന് വിളിക്കുന്നു. ഈ മലമുകളിൽ നിന്ന് നോക്കിയാൽ ചെന്നൈ നഗരത്തിൻ്റെ മുഴുവൻ ഭാഗവും വളരെ മനോഹരമായി നമുക്ക് കാണാൻ കഴിയും. ഈ കുന്നിന് മുകളിൽ പോർട്ടുഗീസുകാർ പണികഴിപ്പിച്ച പള്ളിക്ക് 500 വർഷം പഴക്കമുള്ളതായി കരുതപ്പെടുന്നു. ഇത് ചെന്നൈയിലെ തേനംപെട്ട് എന്ന സ്ഥലത്തുള്ള ജയയുടെ ഓഫീസാണ്. ചെന്നൈയിൽ ഏകദേശം 2 ദിവസം ഉണ്ടായിരുന്നതിനാൽ ചെന്നൈയിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളും ചുറ്റിക്കറങ്ങി കണ്ടു. മെറീന ബീച്ച്, ബസന്ത് നഗർ ബീച്ച്, റിച്ചി സ്ട്രീറ്റ്, അടുത്തുള്ള 2-3 പള്ളികൾ എന്നിവയെല്ലാം കണ്ടുവെങ്കിലും വീഡിയോയുടെ ദൈർഘ്യം കൂടുമെന്നതിനാൽ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തമിഴ്നാട്ടിലെ മറ്റൊരു ജില്ലയുടെ വിശേഷവുമായി വീണ്ടും കാണാം. താങ്ക്